വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കൊൽക്കത്ത LSG തമ്മിലുള്ള മത്സരം ഒട്ടും ആവേശകരമാകില്ല, ആസ്വാദകരമാകില്ല എന്നു കരുതിയ മത്സരം ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ടോസ് ലഭിച്ച LSG KKRന് ബാറ്റിങ്ങിന് അയക്കുന്നു. LSG ബൗളേഴ്സിൻ്റെ കൃത്യതയിൽ KKR ബാറ്റേഴ്സ് സ്കോർ കണ്ടെത്താൻ വിഷമിക്കുന്നു. അവിടെ രക്ഷകനായി കാമറൂൺ ഗ്രീനും റിങ്കു സിംഗും KKRന് വേണ്ടി അവതരിക്കുന്നു. 21 പന്തിൽ 31 റൺസ് എടുത്ത് കാമറൂൺ ഗ്രീൻ പുറത്താകുന്നു. അവസാനം വരെ പൊരുതിയ റിങ്കു സിംഗ് അചഞ്ചലനായി നിന്നുകൊണ്ട് 51 പന്തിൽ 83 റൺസ് എടുത്തുകൊണ്ട് 155 എന്ന പൊരുതാവുന്ന ഒരു സ്കോറിലേക്ക് കൊൽക്കത്തയെ എത്തിക്കുന്നു. 18 ഓവർ പിന്നിടുമ്പോൾ 112 സ്കോറെങ്കിൽ പിന്നീടുള്ള 2 ഓവറുകളിൽ നിന്ന് മാത്രം റിങ്കു സിംഗിൻ്റെ കരുത്തിൽ 43 റൺസാണ് നേടിയത്. അവസാന ഓവറിൽ മാത്രം 26 റൺസ് നേടിക്കൊണ്ട് 155 എന്ന പൊരുതാവുന്ന സ്കോറിൽ എത്തിക്കുക മാത്രമല്ല റിങ്കു സിംഗ് ചെയ്തത്. ഫീൽഡിലെത്തി 5 ക്യാച്ചുകളാണ് ഇന്നത്തെ രാത്രിയിൽ റിങ്കു സിംഗ് കൊൽക്കത്തയ്ക്ക് വേണ്ടി നേടിയെടുത്തത്. ഇന്നത്തെ മത്സരത്തിൽ ഫുൾ എഫേർട്ടോടെ കളം നിറഞ്ഞു കളിക്കുന്ന റിങ്കു സിംഗിനെയാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ അനായാസം കൊൽക്കത്തയെ കീഴ്പ്പെടുത്തി കളയാമെന്ന് കരുതി ക്രീസിലെത്തിയ LSGയുടെ ബാറ്റേഴ്സിനെ കൊൽക്കത്തൻ ബൗളേഴ്സ് പിടിച്ചു കെട്ടുന്നതാണ് പിന്നീട് കണ്ടത്. ഐഡൻ മർക്രം 31 റൺസും ഋഷഭ് പന്ത് 42 റൺസും ആയുഷ് ബദോണി 19 പന്തിൽ 24 റൺസും എടുത്ത് പുറത്തായപ്പോൾ കൊൽക്കത്ത വിജയം ഉറപ്പിച്ചതാണ്. അവിടെ LSGയുടെ രക്ഷകനായി അവതരിക്കുന്നു ഹിമ്മത് സിംഗ്. അവസാന ഓവറിൽ വേണ്ടത് 17 റൺസ്. കാർത്തിക് ത്യാഗി ബോൾ ചെയ്യാനെത്തുന്നു. സ്ട്രൈക്കിലുള്ളത് മുഹമ്മദ് ഷമി. ബോൾ ഡോട്ടാവുന്നു. കീപ്പർക്ക് അത് കളക്ട് ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. ഒരു റൺസ് സ്കോർ ചെയ്തുകൊണ്ട് സ്ട്രൈക്കിൽ ഹിമ്മത് സിംഗ് എത്തുന്നു. തൊട്ടടുത്ത പന്ത് ഒരു നോ ബോൾ എറിയുന്നു. ഒരു എക്സ്ട്രാ ലഭിക്കുന്നു. വീണ്ടും ഫ്രീ ഹിറ്റ് ബോളിൽ നോ ബോൾ എറിയുന്നു. എക്സ്ട്രാ അടക്കം 3 റൺസും ലഭിക്കുന്നു. പിന്നെ വേണ്ടത് 5 ബോളിൽ 12. തൊട്ടടുത്ത പന്ത് ബൗണ്ടറിയിലേക്ക് പറത്തുന്നു. പിന്നെ വേണ്ടത് 4-ൽ 8. തൊട്ടടുത്ത പന്തും ബൗണ്ടറി നേടാനുള്ള ശ്രമത്തിൽ ഹിമ്മത് സിംഗ് പുറത്താകുന്നു. പിന്നീട് വേണ്ടത് 3-ൽ 8. ന്യൂ ബാറ്ററായി പ്രിൻസ് എത്തുന്നു. പ്രിൻസിനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ബോൾ ഡോട്ടാവുന്നു. പക്ഷേ കീപ്പർക്ക് ആ ബോൾ കളക്ട് ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ ഷമി സ്ട്രൈക്കിലേക്ക് എത്തുന്നു. പിന്നീട് വേണ്ടത് 2 ബോളിൽ 7. കാർത്തിക് ത്യാഗിയുടെ കൃത്യമായൊരു ബോളിംഗ്. ബാറ്റിലൊന്ന് തൊടാൻ പോലും മുഹമ്മദ് ഷമിക്ക് കഴിയാതെ പോകുന്നു. അവസാന ബോളിൽ വേണ്ടത് 7. അവസാന ബോൾ മുഹമ്മദ് ഷമി സ്ട്രൈറ്റിലേക്ക് 6 പറത്തിക്കൊണ്ട് സൂപ്പർ ഓവറിലേക്ക് കളി എത്തിക്കുന്നു. ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവോളം ആവേശം നൽകിയ ഒരു മത്സരമായി മാറുന്നു. 2014 കരീബിയൻ ലീഗിൽ സൂപ്പർ ഓവറിൽ മേഡിൻ ഓവർ എറിഞ്ഞ് ചരിത്രം സൃഷ്ടിച്ച സുനിൽ നരേനെ വിശ്വാസത്തോടെ പന്തേൽപ്പിക്കുന്നു കൊൽക്കത്തൻ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ. LSGക്ക് വേണ്ടി ബാറ്റിങ്ങിനെത്തുന്നു ഐഡൻ മർക്കറവും നിക്കോളാസ് പൂരനും. സ്ട്രൈക്ക് ചെയ്തത് നിക്കോളാസ് പൂരൻ. ഒട്ടും ഫോമിലല്ലാത്തൊരു ബാറ്ററെ സൂപ്പർ ഓവറിലേക്ക് പറഞ്ഞയക്കുന്നു. ഒരുപക്ഷേ സുനിൽ നരേനെ 6ലേക്ക് അടിച്ച് പറത്താമെന്ന് കരുതി തന്നെയാകണം LSG ക്യാപ്റ്റൻ നിക്കോളാസ് പൂരനെ സ്ട്രൈക്കിലേക്ക് വിടുന്നത്. ആദ്യ ബോളിൽ തന്നെ നിക്കോളാസ് പൂരനെ ബൗൾഡാക്കിക്കൊണ്ട് സുനിൽ നരൻ വീണ്ടും ചരിത്രം സൃഷ്ടിക്കുന്നു. ന്യൂ ബാറ്ററായി ക്യാപ്റ്റൻ ഋഷഭ് പന്ത് എത്തുന്നു. സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് ഐഡൻ മർക്രത്തിലേക്ക് മാറുന്നു. 3-ാം പന്ത് ഐഡൻ മർക്രം 6 നേടാനുള്ള ശ്രമം. ബൗണ്ടറിയിൽ റോമൻ പവൽ പറന്ന് ആ പന്ത് കൈകളിൽ ഒതുക്കുന്നു. പക്ഷെ തൻ്റെ ബാലൻസ് തെറ്റി ബൗണ്ടറിക്ക് പുറത്തേക്ക് പോകുന്ന പോക്കിൽ പന്ത് ഗ്രൗണ്ടിലേക്ക് എറിയുന്നു. റിങ്കു സിംഗ് ആ പന്തിലേക്ക് ഓടിയെത്തുന്നു. തൻ്റെ കരങ്ങൾ ഒതുക്കുന്നു. 2ാമത്തെ വിക്കറ്റും നഷ്ടമാകുന്നു. LSGയുടെ സ്കോർ അവിടെ അവസാനിക്കുന്നു. കൊൽക്കത്തയ്ക്ക് നേടേണ്ടിയിരുന്നത് 2 റൺസ് മാത്രം. സൂപ്പർ ഓവറിൽ 2 വിക്കറ്റുകൾ നേടിക്കൊണ്ട് 1 റൺസിന് IPLൽ എതിർ ടീമിനെ എറിഞ്ഞിട്ടുകൊണ്ട് വീണ്ടും സുനിൽ നരൻ ചരിത്രം സൃഷ്ടിച്ചപ്പോൾ കൊൽക്കത്തയ്ക്ക് വേണ്ടി ബാറ്റിങ്ങിന് വന്ന റിങ്കു സിംഗും റോമൻ പവലും. റിങ്കു സിംഗ് ആദ്യ പന്തിൽ തന്നെ പ്രിൻസിൻ്റെ ബോൾ ബൗണ്ടറിയിലേക്ക് പറത്തിക്കൊണ്ട് തൻ്റെ ആ കഠിനാധ്വാനത്തിൻ്റെ റിസൾട്ട് അത് 2 പോയിൻ്റാക്കി മാറ്റുന്ന ആവേശകരമായ മത്സരമായി തീരുന്നു ഇന്ന് IPLൽ കൊൽക്കത്ത വേഴ്സസ് LSG. വിരസമായ പല മത്സരങ്ങളും സമ്മാനിച്ച ടീമായിരുന്നു കൊൽക്കത്ത. പക്ഷേ ഇന്ന് ക്രിക്കറ്റ് പ്രേമികൾക്ക് ഈ രാത്രി ആഘോഷിക്കാനും ആർമാദിക്കാനുമുള്ള രാത്രിയാക്കി മാറ്റിയത് കൊൽക്കത്തയുടെ ആവേശ പോരാട്ടം തന്നെയാണ്. അതിന് മുന്നിൽ നിന്ന് പട്ടനയിച്ചത് റിങ്കു സിംഗ് എന്ന ഒറ്റയാൻ തന്നെയാണ്. അതിലൊട്ടും സംശയമില്ല. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.